സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴുള്ള എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഒരുപാട് നാളായല്ലോ ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോഴാണ് ഒരിത്തിരി ആശ്വാസമായിരിക്കണേ. ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ കുറേ ആയി, അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ രാവിലെ 7 മണിയാണ് ഏകദേശം സമയം. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുട്ടൊക്കെയാണല്ലോ, പെട്ടെന്ന് അങ്ങനെ വെളിച്ചമൊന്നും ആവില്ല, അതുകൊണ്ട് അങ്ങനെ ഇരുണ്ടൊക്കെ ഇരിക്കണേ. പിന്നെ എൻ്റെ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചൈൽഡ് കെയർ എഡ്യൂക്കേറ്ററായിട്ടാണ് വർക്ക് ചെയ്യണേ. അതും ഏർലി ചൈൽഡ്ഹുഡ് സെൻറ്ററിൽ. അത് ഞാൻ 2 സെൻറ്ററിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണേ. ഒരെണ്ണം എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ്, അതായത് എടുത്തേക്കണ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അതിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. വേറെ ഒരെണ്ണം ഉള്ളത് എനിക്ക് ഇത്തിരി ദൂരെയാണ്. ഇത് ലണ്ടൻ്റെ ഒരു ബോർഡർ എന്നൊക്കെ പറയാം, ലാംബത്ത് എന്ന് പറയും. അവിടെയാണ് അടുത്ത ഇത് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാനവിടെ സപ്ലൈ സ്റ്റാഫാണ്. അതായത് പെർമനൻറ്റും അല്ല, മീൻസ് ഫുൾ ടൈം സ്റ്റാഫും അല്ല, പാർട്ട് ടൈം സ്റ്റാഫും അല്ല. ബസ് വരുന്നുണ്ട്, ഞാൻ ബാക്കി പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ലാംബത്തുള്ള എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് ഏകദേശം 1.5 മണിക്കൂർ ബസ്സിലിരിക്കണം. അതായത് 3 ബസ് മാറി കയറണം. അപ്പോൾ ഇതാണ് 1ാമത്തെ ബസ്. ആദ്യത്തെ ബസ് കയറി ഒരു 10 മിനിറ്റിൽ തന്നെ എനിക്ക് ഇറങ്ങണം. അവിടെ നിന്നാണ് 2ാമത്തെ ബസ് കേട്ടോ. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടാണ് ഞാൻ നിൽക്കണേ. നേരമൊക്കെ വെളുത്ത് വരണേ ഉള്ളൂ. വീടിൻ്റെ അവിടെ നിന്ന് ആദ്യം കയറിയ ബസ്സൊക്കെ 1/2 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് അത്ര ഇതില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കയറിയ ബസ് ഭയങ്കര തിരക്കായിരുന്നു. സാധാരണ ഇങ്ങനെ തിരക്ക് വരാറില്ല. ഇൻ കേസ് അങ്ങനെ ഇങ്ങനെ തിരക്ക് വന്നാലും സാധാരണ നിർത്താണ്ട് പോകാറാണ് പതിവ് ബസ്സുകളൊക്കെ. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് അങ്ങനെ ഫൈനലി സീറ്റൊക്കെ കിട്ടി. ഞാൻ എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും. 2ാമത്തെ ബസ് ഇറങ്ങിയിട്ട് 3ാമത്തെ ബസ് കയറാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം ഡിലേ ആയിട്ടുണ്ട് ബസ്. ആദ്യത്തെ ബസ്സും ഡിലേ ആയിരുന്നു, അത് കഴിഞ്ഞ് 2ാമത്തെ ബസ് ഇച്ചിരി ഡിലേ ആയി. ബസ് ഡിലേ ആവണ സമയങ്ങളിൽ ഞാൻ ഈ സ്റ്റോപ്പിൽ വന്നാൽ നിൽക്കുള്ളൂ. കാരണം ഞാൻ ശരിക്കുള്ള സ്റ്റോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് 3ാമത്തെ ബസ് നേരത്തെ എടുക്കും. അപ്പോൾ എനിക്ക് ആ ബസ് മിസ്സാവും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയി ഞാൻ ഊബർ വിളിച്ച് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കും. എന്തായാലും ഈ വഴി കൂടിയാണ് 3ാമത്തെ ബസ് പോവുക. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇന്നിപ്പോൾ ബസ് പോയിട്ടില്ല എന്നാണ് കാണിക്കണേ. പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോവും അങ്ങനെ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം ഇവിടെയാണ് വെയിറ്റ് ചെയ്യാൻ പോണേ, ഒരു 5 മിനിറ്റ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബസ്സിൻ്റെ കാര്യം. അതുപോലെ ഇന്ന് തന്നെ ബസ്സിൽ കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബസ്സിൻ്റെ രീതി വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രൈവറ്റ് ബസ്സിൽ കയറിയാലും മറ്റേ നമ്മുടെ സാധാരണ ബസ്സിൽ കയറിയാലൊക്കെ അവിടുത്തെ ചേട്ടന്മാരൊക്കെ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സൊക്കെ പറയില്ലേ, ഇറങ്ങിക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി നിൽക്കാനും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പഠിച്ചെന്ന് തോന്നും. പക്ഷെ ഇവിടുത്തേർക്ക് അത് ബസ്സിൽ കയറി അറിയേയില്ല, നിന്നോടത്ത് നിൽക്കുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. എന്നിട്ട് ഇന്ന് തന്നെ ഇപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് കുറേ പേരൊക്കെ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. ബസ് ഫുള്ളാണ്, ഇനി ആൾക്കാരെ കയറ്റരുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുക. പക്ഷെ ഓൾറെഡി അതിന് സ്ഥലമുണ്ട്, പക്ഷെ അവർക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. എന്താണ് അവിടെ, ചിലപ്പോൾ അവരവരുടെ പേഴ്സണൽ സ്പേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ അവരത് കണ്ട് ശീലിക്കാത്ത കാരണമായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് നല്ല, ഞാനൊക്കെ എൻ്റെ കോളേജിൽ പോയപ്പോൾ അങ്ങനെയാണ്. പ്രൈവറ്റ് ബസ്സിൽ ചേട്ടന്മാരൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇറങ്ങിക്ക്, പിന്നെ ചാള ഇറക്കിയിട്ടേക്കണ പോലെയൊക്കെ ഞങ്ങൾ നിന്ന് പോകാറും വരാറുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഉണ്ടാവാറില്ല ബസ്സിൽ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ ബസ്സിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അതായത് ഡീറ്റെയിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, എന്തെങ്കിലും മഫിൻസോ പാൻ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ എനിക്കത് പറ്റിയില്ല. ആദ്യത്തെ ബസ് കയറിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. 2ാമത്തെ ബസ്സിൽ അല്ലെങ്കിൽ ആരും ഉണ്ടാവാറില്ല, ഭയങ്കര സുഖമായിട്ട് ഇരുന്ന് പോരാറുള്ളത്. ഇന്ന് എന്താണെന്നറിയില്ല, അത്യാവശ്യം തിരക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പെൻഡിങ്ങിലാണ്. ഇനിയിപ്പോൾ അടുത്ത ബസ് കയറുമ്പോൾ അതിൽ ആൾക്കാരുണ്ടാവാറില്ല സാധാരണ. ഇനിയിപ്പോൾ ഉണ്ടാവോ എന്തോ, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണത് ബസ് എവിടെ നിന്ന് വരുന്നുണ്ടോ നോക്കണതാട്ടാ. കാര്യം ഇപ്പോൾ ഫീൽസ് ലൈക്ക് -4, -5 ആണെങ്കിലും ഇന്നൊരു ഒത്തിരി സണ്ണി ഡേ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വളരെ ചുരുക്കം ദിവസം ഈ ഒരു സാധനം സൂര്യനെ ഇങ്ങനെ കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു ബ്രൈറ്റ് ദിവസം. അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം, അപ്പോൾ സപ്ലൈ സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവിടെയുള്ള സ്റ്റാഫ് ആരെങ്കിലും സിക്ക് വിളിക്കുക, അല്ലെങ്കിൽ അവർ വെക്കേഷന് പോവുക, അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ സ്റ്റാഫിനെ വേണം, അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ അവരുടെ ഡ്യൂട്ടി കവർ ചെയ്യാൻ വിളിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-3 സ്ഥലത്തെങ്കിലും പോയാലാണ് അവേഴ്സൊക്കെ മീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കിട്ടുള്ളൂ, ചിലപ്പോൾ ഒരു വീക്ക് ഫുള്ള് കിട്ടും, ഡിപ്പെൻസ് ആണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് വർക്കിങ്ങിൻ്റെ ഷെഡ്യൂൾ. പിന്നെ എനിക്ക് ഒരിക്കലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വീഡിയോസ് എടുക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഒരു വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. കാരണം ഞാൻ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ ഒന്നാമത് എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ തന്നെ എൻ്റെ ബാഗിൽ സാധനമൊക്കെ വെച്ചിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസും ഇങ്ങനത്തെ ഒന്നും അവർ അലൗ ചെയ്യില്ല.
പിന്നെ കുട്ടികളായ കാരണം കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഒക്കെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഒരു കാരണവശാൽ പോലും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ബ്രേക്ക് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അതിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചിട്ട് ഇതെൻ്റെ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആവാണ്ടിരിക്കില്ല. ഇപ്പോൾ ഏകദേശം സമയം 8 മണിയാണ്. 8 മണി കഴിഞ്ഞു. എൻ്റെ ലാസ്റ്റ് ദിവസം വരുന്നുണ്ട്, എൻ്റെ 3ാമത്തെ ദിവസം വരുന്നുണ്ട്, പോയിട്ടില്ല ഉറപ്പായി. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ട് 8:15 കൂടിയായിട്ടാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് എത്തുക. ഇന്ന് 8:15 തൊട്ട് 4:15 വരെയാണെന്ന് തോന്നുന്നു ഷിഫ്റ്റ്. അവസാനിക്കുന്ന സമയം പറഞ്ഞിട്ടില്ല. പിന്നെ കറക്റ്റ് 8 അവറൊന്നും കിട്ടില്ല. ചില ദിവസം 3 അവറാവും, ചില ദിവസം 4 അവറാവും, ചില ദിവസം 8 അവർ ഉണ്ടാവും, ചില ദിവസം 9 അവർ ആയിരിക്കും. അത് ഡിപ്പെൻസ് ആണ്. അങ്ങനെ ലാസ്റ്റ് ബസ്സും വന്നിട്ടുണ്ട്. ഈ ബസ് ഡിലേ ഒന്നല്ല കേട്ടോ, കറക്റ്റ് സമയത്താണ്. പിന്നെ കണ്ടോ ബസ്സിൽ ആരുമില്ല, ആകെയുള്ള ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ സെൻറ്ററിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന പ്ലേസ്മെൻറ്റിന് വരുന്ന കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ബസ്സിലുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നിരുന്ന് ഏറ്റവും ബാക്കിലാണ് ഞാൻ സാധാരണയായിട്ട് ഇരിക്കാറ്. അവിടെ ചെന്നിരുന്ന് ഞാൻ കേക്കാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. ബസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഈടായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് എല്ലാവരും ബസ്സിലിരുന്നിട്ടാണ് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുക. അതൊക്കെ ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേറെ സംശയം തോന്നാം, എന്തിനും ഇത്ര കഷ്ടപ്പെട്ട് ബസ്സിൽ വന്നിരുന്ന് കഴിക്കാൻ നിൽക്കണം, വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിറങ്ങിക്കൂടി എന്നൊക്കെ തോന്നാം. പക്ഷെ ഞാൻ ഈ ജോലിക്ക് പോകുമ്പോൾ രാവിലെ 7 മണിക്ക് മുൻപാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അത്ര രാവിലെ ഫുഡൊക്കെ കഴിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയുക, പാട്ടൊക്കെ കേട്ട് ഞാൻ ജോലി സ്ഥലത്തിന് വരിയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തിൻ്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. 5 മിനിറ്റ് ഒന്നും നടക്കാനില്ല, കുറച്ച് നടക്കാറുള്ളൂ. ഈ മുന്നിൽ പോകുന്ന 2 പേരും എൻ്റെ സെൻറ്ററിലേക്കുള്ളതാണ്. ഏറ്റവും മുന്നിൽ പോകുന്നത് അവിടുത്തെ സ്റ്റാഫും പിന്നിൽ വരുന്നത് അവിടുത്തെ സ്റ്റുഡൻറ്റും ആണ്. അപ്പോൾ ഇനി കുട്ടികളായിട്ടുള്ള അംഗം തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വരാം, അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലേ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം എനിക്കൊരു അരമണിക്കൂർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ക്ഷീണമാണ്, അതേപോലെ തന്നെ വിശപ്പുമാണ്. അപ്പോൾ വേഗം വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. സാധാരണ ഞാൻ ലഞ്ചിൽ കൊണ്ടുപോകാം നമ്മുടെ സാധാരണ ചോറും കറികളൊക്കെയാണ്. പിന്നെ സാമ്പാർ മുട്ട പൊരിച്ചൊക്കെയായിരുന്നു. പിന്നെ അവിടെയുള്ളൊരു സ്റ്റാഫ് ഇന്ന് എനിക്ക് എന്തോ ഇങ്ങനെ ഒരു ന്യൂട്രലയുടെ ഏതൊരു ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതും ഇരുന്ന് കഴിച്ചു. അത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. യൂഷ്വലി ഞാൻ സിനിമയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ബ്രേക്ക് ടൈമിൽ ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് 4:30 സമയം. ഞാൻ ഇന്ന് കവർ ചെയ്ത ടീച്ചറുടെ ഡ്യൂട്ടി ടൈം 4:30 വരെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത്ര സമയം തന്നെ വേണ്ടി വന്നുള്ളൂ. ചില ദിവസങ്ങളിൽ 5:30 അത്രയൊക്കെ കഴിഞ്ഞ് നിൽക്കാറുണ്ട്. പിന്നെ ക്ലോസിങ് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളാണെങ്കിൽ എന്തായാലും അതിൽ ലേറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ എന്തായാലും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യണ കാരണം നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റിയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എനിക്ക് അവിടെ ഫോണും ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും അവർ അലൗ ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ്ടാണ്. എന്നാലും രാവിലെ തൊട്ടുള്ള എൻ്റെ ട്രാവലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പോൾ ഇനി ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബസ് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും. ഇത് അറ്റായ കാരണം പെട്ടെന്ന് തിരിച്ചു വരും പോയിട്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഞാൻ വീട്ടിലെത്തുമ്പോൾ ഇനി 5:30 കഴിയും. പിന്നെ ബാക്ക് ടു നമ്മുടെ ഡെയിലി റുട്ടീൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നേ, ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിതേപോലെ തന്നെ 3 ബസ് 1.5 മണിക്കൂർ. അപ്പോൾ അങ്ങനെ ഈ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയമൊക്കെ എൻ്റെ മീ ടൈമാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ യൂഷ്വലി നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ 90s 2000 റേഞ്ചത്തെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കലാണ് പതിവ്. അങ്ങനെ ഞാൻ ബാക്ക് ടു മൈ റൂട്ടീൻസ്.